നിങ്ങള് തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. തിരുമേനി ഒരു വേണ്ടി മറ്റേ തുറന്നാലും പറഞ്ഞു. ഇത്ര നേരം ഒന്നുമല്ലല്ലോ പറഞ്ഞേ. ഇപ്പൊ എന്തോ പറ്റി? നീ എന്നെ താഴ്ത്തിക്ക് വലിച്ചിടൂല്ലടാ. വിഷമിക്കില്ല. കിരീടത്തിലെ മോഹൻലാല് പോണല്ലേ? പാപ്പന് വിഷമായി. വി.ഡി. സതീശൻ സംസാരിക്കുന്നതിന് മുൻപ് ഷാഫി വിളിക്കാത്തതിൽ DCC സെക്രട്ടറിയോട് വേദിയിൽ വെച്ച് തർക്കിച്ചു. ഒറ്റ വരിയിൽ പ്രസംഗം അവസാനിപ്പിച്ച് ഷാഫി പറഞ്ഞു, എന്നെ കരിവാരിത്തേക്കാൻ പുതുതായി ഉണ്ടാക്കിയ സീനാണോ ഇത്? അയ്യോ മാമ, സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല. ഞാൻ ചുമ്മാ പറഞ്ഞ. പുറമേന്ന് ആരെങ്കിലും കാണാൻ വരുമ്പോ ആളാവുന്ന സ്വഭാവം സാറിന് പണ്ടേ ഉള്ളതാണല്ലോ. ആളായതല്ലടോ. ആശാൻ വിപ്ലവം ഉണ്ടായ വഴി പറയുമ്പോഴാണോ ഇടയ്ക്ക് കയറുന്നത്? ഭയങ്കര മനസ്സ് സങ്കടത്തിൽ സന്തോഷ്, ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എടാ, നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞാനുണ്ടാവില്ലടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. എന്നാ പറഞ്ഞു തൊലക്കടോ, മനുഷ്യന് വേറെ പണിയുണ്ട്. അതൊരു ശരിയായ പണിയല്ല. എന്താ? 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. సామజవర గమన నిన్ను చూసియాగలన మనసు మీద వయసుకున్న అడుపు చెప్పు తగునా. അങ്ങനെ ഒരു വിഷയമില്ല. ആരാ പറഞ്ഞത്? ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. ദൃശ്യങ്ങളിൽ അങ്ങനെയാണ്. കാരണം താങ്കളെ കഴുത്തിൽ പിടിച്ച് പുറകിലേക്ക് വലിക്കുന്നു, നിങ്ങൾ തമ്മിൽ കുശുകുശുക്കുന്നു, അങ്ങനെ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അല്ലല്ലല്ല, ഒരിക്കലും അല്ല. കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എന്റെ ആത്മകഥ വാരികയില് ഗണ്ടച്ച പ്രസിദ്ധീകരിക്കും. അപ്പൊ വായിച്ചു നോക്കിയാൽ മതി. ഇതിലും ഭേദം സസ്പെൻഷനോ തരംതാഴ്ത്തലോ ആയിരുന്നു. പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നിങ്ങൾക്ക് പഴയ പണി നല്ലത്.